ശിഷ്യന്മാരെന്ത് പറയുന്നു? ഇതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നമ്മുടെ നീതീകരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ഈശോ മിശിഹാ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നുള്ള വിശ്വാസം പൊതുവെ നമുക്കുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നാം അത്രത്തോളം ബോധവാന്മാരല്ല എന്നുള്ള സത്യം നമുക്കറിവുള്ളതാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നാം ഉണരുന്നില്ലെങ്കിൽ നമുക്ക് ഭക്തി നഷ്ടപ്പെട്ടു പോകും, നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, നമുക്ക് പ്രതീക്ഷയില്ലാതെ പോകും. ഇതല്ലേ ക്രിസ്തീയ സഭയ്ക്ക് സംഭവിച്ചത്? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ചിന്ത ഇന്ന് ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ചിന്ത എന്ന് വേണം, എപ്പോൾ വേണമെന്നൊക്കെ ഒരറിവ് നമുക്ക് വേണ്ടേ? നിങ്ങളുടെ കർത്താവ് ഏത് നേരത്ത് വരുമെന്ന് അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നു. ഈ കാര്യം മറന്നുപോയത് നമ്മുടെ കഷ്ടകാലമാണ്. ആകയാൽ ഈ വചനങ്ങളിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ ഓർക്കാം. തുടർച്ചയായി ഈ വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ഓരോന്നോരോന്നായി ചിന്തിച്ചു വരികയാണ്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഉത്സാഹിക്കാം. അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് നാം ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിശേഷാൽ കർത്താവിന്റെ അരുമശിഷ്യനായ പത്രോസിന്റെ പ്രസ്താവനകളെ കുറിച്ചാണ് നോക്കുന്നത്. പത്രോസ് പറഞ്ഞ ഒരു ഭാഗം ചിന്തിച്ചു. ഓരോ വിഷയത്തിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞാലേ നമുക്കതിനോട് താല്പര്യം വർദ്ധിക്കത്തുള്ളൂ. പത്രോസ് ലീഹ ആണല്ലോ ക്രിസ്തീയ സഭയുടെ ആദ്യ പ്രഭാഷകനും ആദ്യ അധ്യക്ഷനും. അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വിഷയം എന്താ സുഹൃത്തുക്കളെ? പള്ളി പണിയുന്ന കാര്യമോ, ശവക്കോട്ട പണിയുന്ന കാര്യമോ, ആശുപത്രി പണിയുന്ന കാര്യമോ, കസേരയ്ക്ക് വഴക്ക് പിടിക്കുന്ന കാര്യമോ, ഇതുവല്ലോ ആണോ പത്രോസ് ലീഹ പറഞ്ഞേ? പത്രോസ് ലീഹ 2 ലേഖനം എഴുതി തന്നതിനകത്ത് 2-നകത്ത് ഈശോമിശിഹായുടെ മടങ്ങിവരവാണ് പുള്ളിക്കാരന്റെ വിഷയം. ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങളോട് പറയാം, വായിച്ചു കേൾപ്പിക്കാം. കഴിഞ്ഞ ദിവസം വായിച്ചതിന്റെ ബാലൻസ് മറ്റൊരു ഭാഗം നോക്കാം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം ശ്രദ്ധിച്ചു കേൾക്കുക. പേജ് നമ്പർ 243. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? 2 ലേഖനം എഴുതിയിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? വാക്യം 3. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് വേണ്ടേ? നോക്കാം നമുക്ക് ഈ വചനത്തിലേക്ക്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. അതായത് പത്രോസ് 2 കത്തുകളിലൂടെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്: യേശുക്രിസ്തു മടങ്ങി വരും. ഈ കാര്യം പറയാതിരിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാർ ഭയങ്കര അപരാധമാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് കൂടെ കൂടെ ഓർപ്പിക്കേണ്ട വിഷയമാണ്. നോക്കൂ, ഈ 2 ലേഖനത്താലും ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 2 പത്രോസ് 3-ാം അധ്യായം. ഏത് കാര്യം? കർത്താവിന്റെ മടങ്ങിവരവ്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസികൾ അന്ത്യകാലത്ത് പരിഹാസത്തോടെ എഴുന്നേറ്റ് വരുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അപ്പോൾ പത്രോസ് ലീഹ വീണ്ടും ഓർപ്പിക്കുന്നു. 2 കത്തുകളിലൂടെ അദ്ദേഹം ശക്തമായി ഓർപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ് അതിപ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ ലേഖനത്തിൽ അദ്ദേഹം ആ കാര്യം പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. വീണ്ടും നാം കഴിഞ്ഞ ദിവസം വായിച്ചു വന്നതിന്റെ ബാക്കി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാക്യം 14, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പി. ചുരുക്കി പറഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനങ്ങളിൽ ഈ കാര്യം ആവർത്തിച്ചു പറയുന്നു.
1-ാം ലേഖനത്തിൽ താൻ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. 5-ാം അധ്യായം 1 മുതൽ വായിച്ചു വരുമ്പോൾ മൂപ്പന്മാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ എഴുതുന്നു. അതായത് പാസ്റ്റേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ ഇടയന്മാർക്ക് വേണ്ടി, അധ്യക്ഷന്മാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ എഴുതുന്നു. എഴുതി വന്നിട്ട് അദ്ദേഹം ഒടുവിൽ ഇങ്ങനെ പറയുകയാണ്, വാക്യം 4: ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ അപ്പോസ്തോലന്മാരുടെ പ്രസംഗത്തിനകത്തും അപ്പോസ്തോലന്മാരുടെ എഴുത്തുകൾക്കകത്തും മുഴച്ചു നിന്ന വിഷയം, പ്രധാന വിഷയം, ഊന്നൽ കൊടുത്ത വിഷയം ഈശോമിശിഹായുടെ 2ാം വരവ് മാത്രമായിരുന്നു. അത് വേഗത്തിൽ സംഭവിക്കുന്നു എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ബൈബിൾ എഴുതിയിട്ടുള്ളത്. ഇന്ന് ഈ 2000 കൊല്ലത്തിന് ശേഷം ഈ കാര്യം ഒരു നല്ല ശതമാനം ക്രൈസ്തവരും മറന്നുപോയിരിക്കുന്നു, അവഗണിച്ചിരിക്കുന്നു. കാരണം ലോകത്തിലേക്ക് അവരിറങ്ങിപ്പോയി. ലോകത്തിൽ ധനവാനാകുവാനും ലോകത്തിൽ സ്ഥാനമാനങ്ങൾ പിടിച്ചടക്കുവാനുമുള്ള തീവ്ര പരിശ്രമത്തിനിടയിൽ ഈശോമിശിഹായുടെ മടങ്ങിവരവ് അവർ മറന്നു കളഞ്ഞു. പക്ഷേ ഈശോമിശിഹായെ അവർ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ഭൂമിയിൽ ധനം വർദ്ധിപ്പിക്കാനും, ഭൂമിയിൽ സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കാനും, ഭൂമിയിൽ വലിയവനാകാനും ഈശോമിശിഹായുടെ ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നോർത്ത് മിശിഹാതമ്പുരാനെ എല്ലാവരും വിളിക്കുന്നു, കുരിശ് വരയ്ക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ യേശുവിന്റെ മടങ്ങിവരവെന്നുള്ള ചിന്ത ആളുകളുടെ മനസ്സിൽ നിന്ന് പോയി. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയോ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുകയോ അല്ല, ഇവിടെ നിൽക്കാൻ കർത്താവിന്റെ സഹായം ആവശ്യപ്പെടുകയാണ് പൊതുവെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ ബൈബിളിന് ഒരു വിഷയമുള്ളൂ. കർത്താവിന്റെ മരണത്തിൽ വിശ്വസിച്ച കർത്താവിന്റെ മക്കളോട് പറയുവാൻ പുസ്തകത്തിൽ ആകമാനമുള്ള സന്ദേശം ഇതാണ്: അവന്റെ വരവിന് വേണ്ടി നിങ്ങൾ ജാഗ്രതയോടെ ഒരുങ്ങുക. എന്താണ് ഒരുങ്ങേണ്ടത് എന്ന വിഷയം നമ്മൾ ഒടുവിൽ ചിന്തിക്കും. എങ്ങനെ ഒരുങ്ങണം, ആരൊരുങ്ങണം, എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ ബൈബിളിലുണ്ട്. അതെല്ലാം വിവരിക്കാം, കുറേശ്ശെ വിവരിക്കാം. ഓരോ ദിവസവും അതിനെക്കുറിച്ച് ചെറിയ ചെറിയ ചിന്തകൾ തരാതിരിക്കുകയില്ല. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഈ പ്രസ്താവനകൾക്കകത്ത് ഇങ്ങനെ കൂടെ കൂടെ കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കർത്താവിന്റെ വരവിന് വേണ്ടി ഇടയന്മാർ ശ്രദ്ധിക്കണം. അതായത് പാസ്റ്റേഴ്സ്, വേണമെങ്കിൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സഭയുടെ അധ്യക്ഷന്മാർ, മേലധികാരികൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന്. അധ്യക്ഷന്മാർ ഒരുങ്ങാതെ ജനം ഒരുങ്ങുമോ? അപ്പൊ നേതാക്കൾ, ലീഡേഴ്സ്, മുൻനിരയിൽ നിൽക്കുന്നവർ, പുരോഹിതന്മാർ എന്ന് പറയാൻ നിയമം അനുവദിക്കുന്നില്ല. കാരണം ക്രൈസ്തവ സഭയുടെ ലീഡേഴ്സിനെ പുരോഹിതനെന്ന് വിളിക്കാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. മൂപ്പന്മാരെന്നോ ഇടയന്മാരെന്നോ വിളിക്കാനേ അനുവാദമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ പദം ഉപയോഗിക്കാത്തത്. ഏതായാലും ക്രൈസ്തവ സഭയുടെ ലീഡേഴ്സിന് വേണ്ടി എഴുതിയിരിക്കുന്ന ഈ കത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 1 പത്രോസ് 5:1: നിങ്ങളിലുള്ള മൂപ്പന്മാരെ, ബ്രാക്കറ്റിൽ ഇടയന്മാരെ, ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. അതായത് ഓരോ ഇടയന്മാരും അവരുടെ മേൽനോട്ടത്തിലും അറിവിലും പരിധിയിലുമുള്ള വിശ്വാസ സമൂഹത്തെ സൂക്ഷ്മതയോടുകൂടെ വളർത്തണം, പരിപാലിക്കണം. ഒരു ഇടയൻ ആടിനെ തീറ്റുന്നത് പോലെ നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം, മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. 4-ാം വാക്യം: എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ഇടയന്മാർ ഒരുങ്ങുക കർത്താവിന്റെ വരവിന് വേണ്ടി, നേതാക്കൾ ഒരുങ്ങുക കർത്താവിന്റെ വരവിന് വേണ്ടി, അധ്യക്ഷന്മാർ, മൂപ്പന്മാർ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, ജാഗ്രതയുള്ളവരായിരിക്കുക. കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. നനച്ചിരിക്കാത്ത നേരത്ത്, മുന്നറിയിപ്പില്ലാതെ യേശു മടങ്ങി വരുന്നു എന്ന ചിന്ത ഓരോ ക്രൈസ്തവ നേതാവിന്റെയും മനസ്സിനെ നിയന്ത്രിക്കണമെന്നാണ് പത്രോസ് പറയുന്നത്. ഈ ലക്ഷ്യത്തിൽ നിന്ന് നേതാക്കൾ തെറ്റുമ്പോൾ, ഈ ലക്ഷ്യത്തിൽ നിന്ന് അധ്യക്ഷന്മാർ തെറ്റുമ്പോൾ
കണ്ണുമങ്ങുമ്പോൾ അവർ പിന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്, കസേരയ്ക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്, സ്ഥാനങ്ങൾക്ക് വേണ്ടിയും സ്ഥാപന ജംഗമ സ്വത്തുക്കൾക്ക് വേണ്ടിയുമുള്ള കേസും വഴക്കും ഓട്ടവും ബഹളവുമാണ്. കർത്താവിന്റെ വരവെന്നുള്ള ചിന്ത ക്രൈസ്തവ നേതാക്കളുടെ മനസ്സിൽ നിന്ന് പോയി എന്നാണ് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഭയങ്കര പരാജയമാണത്. പത്രോസ് പറയുന്നു, മൂപ്പന്മാരെ, ഇടയന്മാരെ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാവും, നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുക. ആരാണ് ഇടയശ്രേഷ്ഠൻ? കർത്താവായ യേശു. അപ്പൊ കർത്താവിന്റെ പേര് ഇടയശ്രേഷ്ഠൻ എന്നാണ്. നമ്മുടെ പേര്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരായ ഞങ്ങൾ, ശുശ്രൂഷ ചെയ്യുന്നവരെ ഇടയന്മാർ. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ ഇടയൻ യേശു കർത്താവ്. ഇടയശ്രേഷ്ഠൻ വരുമെന്ന് ഇടയന്മാർ കരുതിക്കൊള്ളുക. ഇതാണ് പത്രോസിന്റെ പ്രബോധനം. അപ്പോ ഇടയന്മാരതിനു വേണ്ടി ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? യേശുക്രിസ്തുവിന്റെ മടങ്ങിയതിനു വേണ്ടി ഇടയന്മാരെന്താ ഒരുങ്ങേണ്ടത്? ഇടയന്മാർ ജനങ്ങളെ സജ്ജരാക്കുക, ഇടയന്മാർ ജനങ്ങളെ വചനം പഠിപ്പിക്കുക, ഇടയന്മാർ ജനങ്ങളെ പരിപാലിക്കുക, ഇടയന്മാർ വിശ്വാസികളെ വചനത്തിൽ വളർത്തി കർത്താവിന്റെ വരവിന് വേണ്ടി അവരെ ഒരുക്കുക. ഇതാണ് ഒരു ക്രിസ്തീയ ഇടയന്റെ ജോലി. അതാണ് വചനത്തിലൂടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ജനങ്ങൾ എന്ത് ചെയ്യണം? ഈ കഴിഞ്ഞ ദിവസം വായിച്ച വചനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. ഒരിക്കൽ കൂടെ വായിക്കാം. 244 പേജ്, 1 പത്രോസ് 3-ാം അധ്യായം 11-ാം വാക്യം. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായി ഇരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. കാത്തിരിക്കുക, ബന്ധപ്പെടുത്തുക, വിശുദ്ധ ജീവിതം നയിക്കുക. 3 കാര്യങ്ങളാണ് വിശുദ്ധന്മാർ ചെയ്യേണ്ടത്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ എന്താ ഒരുങ്ങേണ്ടത്? ശ്രദ്ധിക്കൂ. നിങ്ങൾ കർത്താവിന്റെ വരവിനെ കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരാകണം. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഇടയന്മാർ ഒരുങ്ങണം. പോരാ, വിശ്വാസികൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, അവർ കാത്തിരിക്കണം. രാവിലെ ആ ചിന്ത മനസ്സിലുണ്ടായിരിക്കണം, ഉച്ചയ്ക്ക് ആ ചിന്ത മനസ്സിലുണ്ടായിരിക്കണം, വൈകിട്ട് ആ ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. കാത്തിരിക്കണം. ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ആളെ പ്രതീക്ഷിച്ച് വഴി നോക്കിയിരിക്കുന്നത് പോലെ നിങ്ങൾ കാത്തിരിക്കണം. 2, നിങ്ങൾ ബന്ധപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യണം. വേഗത്തിൽ കർത്താവ് വരാൻ വേണ്ടി നിങ്ങൾ ഉത്സാഹിക്കണം എന്ന് പറഞ്ഞാൽ, ബന്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം വരണമേ, ആമേൻ കർത്താവേ വരണമേ, കർത്താവേ നീ മടങ്ങി വരണമേ എന്നുള്ള യാചനയോടും പ്രാർത്ഥനയോടും കൂടെ ബന്ധപ്പെടുത്തണം. 3, വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. അതായത് കുത്തൊഴിഞ്ഞ പുസ്തകം പോലെ, ചോദിക്കാൻ ആളില്ലാത്തതുപോലെ, അഴിച്ചുവിട്ട മൃഗങ്ങളെ പോലെ, തോന്നിയതുപോലെ ജീവിച്ചാൽ കർത്താവിന്റെ വരവ് നിനക്ക് നഷ്ടമാകുമെന്ന്. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം. ഞങ്ങൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ വ്യവസ്ഥകൾ പറയാറുണ്ട്. ഞങ്ങൾ വ്യവസ്ഥകൾ ശക്തമായിട്ട് പറയാറുണ്ട്. എല്ലാം തിന്നാം, എല്ലാം കുടിക്കാം, എവിടെയും പോകാം, എന്തും കാണിക്കാം, അങ്ങനെയുള്ള ഒരു പ്രമാണമല്ല ബൈബിളിലുള്ളത്. എല്ലാ നിലയിലും വിശുദ്ധ ജീവിതം നയിക്കണം. കർത്താവിന് യോഗ്യമായി ജീവിക്കണം. സംസാരത്തിൽ, കൊടുക്കവാങ്ങലുകളിൽ, ഇടപാടുകളിൽ, ഭക്ഷണപാനീയങ്ങളിൽ എല്ലാം വിശുദ്ധനായിരിക്കണം. അവന് മാത്രമേ കർത്താവിന്റെ വരവിൽ ചേർക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു ബോധമുണ്ടായാൽ നാം അഴിമതി, അന്യായമായ പലിശ, മദ്യപാനം, പിടിച്ചുപറി, ചതി, വഞ്ചന, വ്യാജം, കപടഭക്തി ഇവയെല്ലാം നാം അവസാനിപ്പിക്കും. കാരണം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, എല്ലാ ഹൃദയങ്ങളെയും ഒരുപോലെ ശോധന ചെയ്യാൻ കഴിവുള്ള യേശു തമ്പുരാൻ മടങ്ങി വരുന്നു എന്ന ആ ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നാം നിശ്ചയമായും വിശുദ്ധ ജീവിതം നയിക്കും.
അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഉള്ള ചിന്ത വിശ്വാസികളിൽ വരുത്തുന്നത് എന്താണെന്നറിയാമോ? വിശുദ്ധ ജീവിതത്തിന് ഒരുങ്ങുക, വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കുക. ഈ പ്രസംഗങ്ങൾ തുടർച്ചയായിട്ട് വരുമെങ്കിൽ പോലും ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ എന്റെ സ്നേഹിതരോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ കർത്താവിന്റെ വചനങ്ങൾ അനുസരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ചില കൽപ്പനകൾ അനുസരിക്കാനുണ്ടോ? നിങ്ങൾ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യത കൊടുക്കുന്നുണ്ടോ? വേർപെട്ട് കർത്താവിനെ ആരാധിക്കാൻ താല്പര്യമുണ്ടോ? യേശുക്രിസ്തു മടങ്ങി വരാറായി. ജീവിതത്തിന് മാറ്റം വരുത്തുക. ഒരു സാധാരണ ജീവിതമല്ല, ഒരു സെപ്പറേഷൻ. എല്ലാവരും പോകുന്ന പോലെ പോവുകയല്ല, കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കുക, കർത്താവിന്റെ വചനം പോലെ ജീവിക്കുക. അവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അതെ, കർത്താവിന്റെ വരവിനെ കുറിച്ച് പത്രോസ് പറയുന്നത് നേതാക്കന്മാർ ഒരുങ്ങുക, ജനങ്ങളും ഒരുങ്ങുക. പത്രോസ് മാത്രമാണോ പറഞ്ഞത്? അല്ല. നമ്മളെന്താ ചിന്തിച്ചു വരുന്നത്? യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് ആദ്യം യേശുക്രിസ്തു പറഞ്ഞു, അത് നാം ചിന്തിച്ചു. മാലാഖമാർ പറഞ്ഞു, അത് നാം ചിന്തിച്ചു. പത്രോസ് പറഞ്ഞു, അത് നാം ചിന്തിച്ചു. പിന്നീട് ആരാ? യാക്കോബ് പറഞ്ഞു. ബൈബിളിൽ എഴുതിയിട്ടുള്ള അപ്പോസ്തലന്മാരെയൊക്കെ നമുക്ക് നോക്കാം. യാക്കോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് 2-3 പേജേ ഉള്ളൂ, 5 അധ്യായമേ ഉള്ളൂ. അതിനകത്ത് കർത്താവിന്റെ വരവാണ് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7 മുതൽ, പേജ് നമ്പർ 237. പേജ് നമ്പർ 237. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. 5:7. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കേട്ടോ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യം എല്ലാ ദിവസവും ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ നടത്തിപ്പുകാര്, നമ്മുടെ അധ്യക്ഷന്മാർ ഈ കാര്യം നമ്മോട് പറയുന്നുണ്ടോ? പത്രോസ് ഇത് എല്ലാ എഴുത്തിനകത്തും പറഞ്ഞു, യാക്കോബ് ഇത് പറഞ്ഞു, ഇനിയുള്ള അപ്പോസ്തലന്മാരൊക്കെ ഇത് പറഞ്ഞു. യാക്കോബ് പറഞ്ഞു, നോക്കൂ, എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബ് അപ്പോസ്തലനും ഇത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹം ശക്തമായ ഭാഷയിൽ പറയുന്നു, സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചില മനപ്രയാസങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ വരുമല്ലോ. അപ്പൊ പറയാണ്, കർത്താവ് വരുന്നവരെ ഒന്ന് ക്ഷമിക്കേ, കർത്താവ് വരുന്നവരെ ഒന്ന് ക്ഷമിക്കേ, കർത്താവ് വരുന്നവരെ ഒന്ന് ക്ഷമിക്കേ എന്ന് യാക്കോബ് പറയുക. അപ്പോൾ അവരും പ്രതീക്ഷിച്ചിരുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. ഇത്രയും പ്രാധാന്യത ഈ വിഷയത്തിനുണ്ട് എന്നാണ് നമ്മളിപ്പോൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷിക്കാരൻ കാത്തിരിക്കുക, ഒരു മഴ കൂടെ വരും, ഒരു മഴ കൂടെ വരും, ഒരു മഴ കൂടെ വരും. ആ മഴയോടുകൂടെ ഈ ചെടി വിളവിലേക്ക് വരും, വിളഞ്ഞ് പൂർത്തിയാകും, കൊയ്യും. അപ്പൊ ഈ ഒന്നാമത്തെ മഴ ലഭിച്ചതുകൊണ്ടാണ് ഈ കൃഷി ഇറക്കിയത്. അതുകൊണ്ട് രണ്ടാമതൊരു മഴ വരും, വന്നേ തീരും. അത് 1 ദിവസമോ 2 ദിവസമോ ഒക്കെ വൈകിയാലും ഈ മനുഷ്യൻ ഇങ്ങനെ കാത്തിരിക്കുക, മഴ വരും, മഴ വരും, മഴ വരും, മഴ വരും. ഇതുപോലെ നിങ്ങൾ കാത്തിരിക്കണം. യേശു ഒന്ന് വന്നു, ആ വന്നപ്പോൾ ഇറക്കിയ കൃഷിയാണ് ദൈവസഭ. അതിന്റെ വിളവെടുപ്പിന് വേണ്ടി അവൻ മടങ്ങി വരും, വരാതിരിക്കയില്ല. നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, യേശു മടങ്ങി വരും. നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, അവൻ മടങ്ങി വരും. നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, കർത്താവ് മടങ്ങി വരും. അപ്പോൾ യാക്കോബ് ശക്തമായ ഭാഷയിൽ പറയുന്നു, യേശുക്രിസ്തു മടങ്ങി വരും. ഇപ്പോൾ പത്രോസ് പറഞ്ഞത് നമ്മൾ എടുത്തു, യാക്കോബ് പറഞ്ഞത് എടുത്തു. യോഹന്നാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ എഴുത്തുകൾ 5 പുസ്തകങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ ആരാണ്? വേദപുസ്തകത്തിൽ അല്പപരിചയമുള്ളവർക്കൊക്കെ അറിയാം. യോഹന്നാൻ യേശുക്രിസ്തു എവിടെ ഇരുന്നാലും തൊട്ടടുത്തിരുന്ന ആളാണ്.
പത്രോസ് ആരാ? യേശു ക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളിലും അടുത്തിടപെട്ട മറ്റൊരാളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ വളരെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ യോഹന്നാനെ കുറിച്ച് നമുക്ക് ഇനി നോക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, അതായത് പേജ് 245 245 245. വാക്യം 28, അധ്യായം 2 വാക്യം 28. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ശ്രദ്ധിച്ചോ നിങ്ങൾ ആ വാക്യം? കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ? അപ്പൊ കർത്താവിന്റെ വരവ് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന്റെ പ്രാധാന്യത നാം അറിഞ്ഞേ പറ്റൂ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് കൊണ്ട് നമുക്ക് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. ഇവിടെ ഒരു സാധ്യത കാണുന്നു. എന്താണ് ആ സാധ്യത? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ പ്രസംഗത്തിന്റെ ഉദ്ദേശം, ഈ ക്ലാസിന്റെ ഉദ്ദേശം. യേശു കർത്താവ് മടങ്ങി വരും. നിങ്ങൾ ഒരുങ്ങിയാലും ഇല്ലെങ്കിലും വരും. ക്രിസ്ത്യാനി ആയാലും അല്ലെങ്കിലും, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ വേദപുസ്തകം വായിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് മടങ്ങി വരും. പക്ഷേ യോഹന്നാൻ സഭയോട് പറയുന്നു, ആകമാനമുള്ള വിശുദ്ധന്മാരോട് പറയുന്നു, ലോകമെങ്ങുമുള്ള യേശുവിനെ സ്നേഹിക്കുന്നവരോട് ബൈബിൾ പറയുന്നു, കുഞ്ഞുങ്ങളെ, യേശു പ്രത്യക്ഷനാവുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അപ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ചിലർ ലജ്ജിച്ചു പോകുമെന്നല്ലേ യോഹന്നാൻ പറയുന്നത്? എന്താ വിഷയം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ചിലർ ലജ്ജിച്ചു പോകും. എന്താ വിഷയം? അവൻ പറഞ്ഞത് ചെയ്യാത്തവർ ലജ്ജിച്ചു പോകും. അവൻ പറഞ്ഞ പോലെ ജീവിക്കാത്തവർ ലജ്ജിച്ചു പോകും. അവനെ സ്നേഹിക്കാത്തവർ ലജ്ജിച്ചു പോകും. അവന്റെ വചനം അനുസരിക്കാത്തവർ ലജ്ജിച്ചു പോകും. ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയവർ ലജ്ജിച്ചു പോകും. കർത്താവിന്റെ വചനം ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് ജീവിക്കാതെ ഉഴപ്പി പോയവർ ലജ്ജിച്ച് നാണം കെട്ടുപോകുമെന്ന്. അപ്പൊ കർത്താവ് വരുമ്പോൾ നമ്മളിൽ ചിലർ ലജ്ജിച്ചു പോകും. ഇതാണ് യോഹന്നാൻ പറയുന്നത്. ഇന്നത്തെ സന്ദേശത്തിന്റെ ഒടുവിൽ ഞാൻ ആ വാക്യം വീണ്ടും വായിക്കുന്നു. യോഹന്നാൻ 1 യോഹന്നാൻ 2:28 245 പേജ്. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മളിൽ ചിലർ ലജ്ജിച്ചു പോകും. എന്താ കാര്യം? അവൻ പ്രതീക്ഷിച്ചതുപോലെ നാം ആയിട്ടില്ല എങ്കിൽ, അവൻ ഉദ്ദേശിച്ചതുപോലെ നാം ആയിട്ടില്ല എങ്കിൽ നാം ലജ്ജിച്ചു പോകും. മനസ്സിലായി കാണുമല്ലോ? ശരി, ലജ്ജിക്കാതിരിക്കാൻ എന്താ മാർഗം? ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ മടങ്ങി വരവ് നമുക്ക് നഷ്ടമാകാതിരിക്കണമെങ്കിൽ, നാം ലജ്ജിക്കാതിരിക്കണമെങ്കിൽ അവനിൽ വസിക്കണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനോട് കൂടെ നടക്കുക, ഇപ്പോൾ അവനിൽ ജീവിക്കുക. അവനേക്കാൾ വലുതായി ഒന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. ഒരു കഷ്ടത വരുമ്പോൾ അവനെ വിളിക്കുകയല്ല, ഒരു പ്രയാസം വരുമ്പോൾ അവനെ ഓർക്കുകയല്ല, രാവും പകലും അവനെ ധ്യാനിച്ച് അവന് വേണ്ടി ജീവിക്കുക, അവനിൽ വസിക്കുക.
അവർക്കാണ് കർത്താവിൻ്റെ വരവ് ലാഭം, അല്ലാത്തവർക്കത് നഷ്ടമാണ്. പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എപ്പോൾ, എങ്ങനെ? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് എങ്ങനെ, എപ്പോൾ? തുടർച്ചയായി ഈ വിഷയം നാം ചിന്തിക്കുകയാണല്ലോ. നമുക്ക് പ്രാർത്ഥനയുടെ വചനം ധ്യാനിക്കാം. സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ വരുന്നു. തിരുവചനം ധ്യാനിപ്പാനുള്ള കൃപയും വിവേകവും ഞങ്ങൾക്ക് തരണമേ. ഇപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, എല്ലാ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവർക്ക് അനുഗ്രഹമായി ഭവിക്കണമേ. ഈ വചനം അവർക്ക് സൗഖ്യമായി ഭവിക്കണമേ. ഈ വചനം അവരുടെ കണ്ണുകളെ തുറക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശുക്രിസ്തു മടങ്ങി വരും എന്നത് മാറ്റമില്ലാത്ത വസ്തുതയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞ ദിനങ്ങളിൽ നാം ഒരുമിച്ച് പരിശോധിക്കുകയായിരുന്നു. നാം മറ്റൊരു ഭാഗത്തേക്ക് തിരിയുന്നു. യേശുക്രിസ്തുവിന്റെ വരവ് എങ്ങനെ, എപ്പോൾ? യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു ശിശുവായി വന്നിട്ട് ജനനത്തിലൂടെയാണ് ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ഇനി അവൻ ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ വിഷയം ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ടതാണ്. വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ പല പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്താൽ ഒരു സാധാരണ വായനക്കാരനാകെ കുഴഞ്ഞു പോകും. ഉദാഹരണത്തിന് നമ്മൾ ഇതിനു മുമ്പ് വായിച്ച വാക്യം തന്നെയാണെങ്കിലും ഒന്ന് നോക്കൂ. 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം, പേജ് നമ്പർ 244. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. കർത്താവ് എങ്ങനെ വരും? ശ്രദ്ധിക്കൂ. കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇത് രണ്ടും കൂടി എങ്ങനെ നോക്കുന്നേ? കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ വരും, അപ്രതീക്ഷിതമായിട്ട് വരും. വന്നതും പോയതും ആരും അറിയത്തില്ല. ഇതാണല്ലോ കള്ളനെ പോലുള്ള വരവ്. പക്ഷെ താഴെ പറയുന്നു, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയും മൂലപദാർത്ഥങ്ങൾ കത്തുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇത് രണ്ടും സംഭവിക്കും. പക്ഷെ ഇത് രണ്ടും 2 ഘട്ടങ്ങളിലാണ് സംഭവിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വിഷയം പഠിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് രഹസ്യ വരവ്, അതായത് കള്ളനെ പോലെയുള്ള വരവ്. 2 പരസ്യ വരവ്, അതായത് മഹത്വ പ്രത്യക്ഷത. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മേഘപ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത. ഈ കാര്യങ്ങൾ തിരിച്ചറിയാത്ത ആളുകൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് ആശയക്കുഴപ്പത്തിലാവും. ഇത് വിശദീകരിക്കാൻ വേണ്ടി ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യേശു കർത്താവ് മടങ്ങി വരുന്നത് എങ്ങനെ നോക്കാം. വിശുദ്ധ ബൈബിളിലെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം, പേജ് നമ്പർ 210. യേശുക്രിസ്തു എങ്ങനെ മടങ്ങി വരും? എന്തിനാ വായിക്കുന്നത്? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രത്യാശ വരുന്ന ഭാഗങ്ങളാണിത്. അതുകൊണ്ടാണത് വായിക്കുന്നത്. നമ്മൾ ഇന്നിപ്പോൾ ചിന്തിക്കുന്ന വിഷയം യേശു മടങ്ങി വരുന്നു എങ്ങനെ നോക്കാം. വാക്യം 16 ശ്രദ്ധിക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം
അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് റാപ്ചർ അഥവാ ഉൽപ്രാപണം എന്ന് പറയുന്ന സുപ്രധാന സംഭവം. യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷത, സഭയുടെ ഉൽപ്രാപണം. അതായത് യേശു കർത്താവിനെ കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി സ്നേഹിച്ച്, സേവിച്ച്, ആരാധിച്ച്, അനുസരിച്ച്, അനുകരിച്ച്, അനുഗമിക്കുന്ന അനുയായികളെ, സാക്ഷാൽ ക്രിസ്തു സഭയെ തന്റെ അടുക്കലേക്ക് ചേർക്കുവാൻ രക്തം കൊടുത്ത യേശു തന്നെ മടങ്ങി വരുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പ്രാണത്യാഗം ചെയ്ത് ഈ സന്ദേശം പറയുന്നത്. ഒരു വ്യവസ്ഥയില്ലാതെ ഉഴപ്പിത്തിരിഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടിയല്ല ഈശോ മശിഹാ മടങ്ങി വരുന്നത്. ശ്രദ്ധിക്കൂ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങൾ. ഈ 2 ഘട്ടങ്ങളിൽ ഒന്നാമത്തേതാണ് ഇത്. ഇതിനകത്ത് സംഭവിക്കുന്നത് 5 കാര്യങ്ങളാണ്. നമ്പർ 1, കർത്താവിന്റെ ഗംഭീരനാദം. നമ്പർ 2, പ്രധാന ദൂതന്റെ ശബ്ദം. നമ്പർ 3, ദൈവത്തിന്റെ കാഹളം. ഈ 3 ശബ്ദവും 2 സംഭവവും നടക്കും. അങ്ങനെ 5 കാര്യം. ഏതാണ് 2 സംഭവം? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. 2, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇത് വളരെ വിവരിക്കേണ്ടതാണ്. എങ്ങനെ ഉയർക്കും, എങ്ങനെ രൂപാന്തരപ്പെടും, ഓരോരോ വിഷയങ്ങളും നിങ്ങളോട് വിവരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദയവായി ശ്രദ്ധിച്ചാലും. കർത്താവിന്റെ വരവ് എങ്ങനെ? നന്നായി ശ്രദ്ധിച്ചോളൂ. കള്ളനെ പോലെ വരുമെന്നും, നനച്ചിരിക്കാത്ത നേരത്ത് വരുമെന്നും, എപ്പോൾ വരുമെന്ന് ആരും അറിഞ്ഞിട്ടില്ല എന്നും ബൈബിളിൽ ഉടനീളം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ 2000 വരുമെന്നോ, 2010 വരുമെന്നോ, 2005 വരുമെന്നോ വല്ല കള്ളപ്രവാചകന്മാരും പറഞ്ഞെങ്കിൽ അതിന് ഞങ്ങളോ ബൈബിളോ ഉത്തരവാദികളല്ല. യേശു കർത്താവിന്റെ മടങ്ങിവരവെന്ന് പറഞ്ഞ് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ലോകം മുഴുവൻ നടന്നിട്ടുണ്ട്. ഇതിനൊന്നും വേദപുസ്തകം ഉത്തരവാദിയല്ല. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് ആർക്കും മുന്നറിയിപ്പ് പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും അവൻ വരാം. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ മടങ്ങി വരാം. അതുകൊണ്ട് തന്നെ ഏതു നേരത്തും ഒരുങ്ങിയിരിക്കണമെന്നാണ് അവിടുത്തെ കൽപ്പന. ആകയാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ മടങ്ങിവരവ് എങ്ങനെയാണ്? ശ്രദ്ധിക്കുക, എങ്ങനെയാണ്? പരസ്യമായ വരവ് ഞാൻ പിന്നീട് വിവരിക്കും. രഹസ്യ വരവിനെ കുറിച്ച് വളരെ വിവരിക്കാനുണ്ട്. എങ്കിലും ഘട്ടം ഘട്ടമായി പറയാം. രഹസ്യ വരവ് ഇന്ന് സംഭവിക്കാം, നാളെ സംഭവിക്കാം, രാത്രിയിലോ പകലോ സംഭവിക്കാം, ഉച്ചയ്ക്ക് സംഭവിക്കാം, രാവിലെ സംഭവിക്കാം, അർദ്ധരാത്രിയിൽ സംഭവിക്കാം. ഇത് കണ്ണിമിക്കുന്നതിനുള്ളിൽ സംഭവിക്കും. കള്ളൻ വരുന്നത് പോലെ ആയിരിക്കും. കള്ളൻ ടെലിഫോൺ ചെയ്ത് പറയുമോ ഞാൻ രാത്രി 12 മണിക്ക് വരുമെന്ന്? അങ്ങനെ അവൻ പറഞ്ഞാൽ അവൻ 10 മണിക്ക് വന്ന് മോഷ്ടിച്ചിട്ട് പോകും. കാരണം 12 മണിക്ക് നിങ്ങൾ നോക്കുകയുള്ളല്ലോ. അപ്പൊ കർത്താവിന്റെ വരവ് കള്ളനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റോ ഒരു ടൈമോ മുന്നറിയിച്ചാൽ അത് വ്യാജമാണെന്ന് അപ്പോൾ മനസ്സിലാക്കണം. കർത്താവിന്റെ വരവ് തികച്ചും രഹസ്യമായിരിക്കും.
എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു 3 ശബ്ദമുണ്ടാകുമെന്ന്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് യേശു തമ്പുരാൻ ഇറങ്ങി വരും. ആദ്യം വന്നത് ഒരു ശബ്ദമില്ലാതെ മറിയയുടെ ഉദരത്തിൽ അവൻ ഒരു ശിശുവായിട്ട് പിറന്നത് മറിയ പോലും അറിഞ്ഞില്ല. എന്നാൽ ഇനി അവൻ വരുന്നത് ഈ മുഴു ലോകവും മുഴങ്ങുന്ന ശബ്ദത്തോടെ ആയിരിക്കും. പക്ഷെ അവിടെയും ചില രഹസ്യങ്ങളുണ്ട്. ആ ശബ്ദം ആര് കേൾക്കും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെയാണ് യേശു വരുന്നത്. കർത്താവിന്റെ ഗംഭീരനാദം. ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ ഈ 3 ശബ്ദങ്ങളെ കുറിച്ച് വിവരിക്കാം. ഒന്ന്, കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ ശുദ്ധ മലയാളം ഈശോ മശിഹായുടെ അതിമഹത്തായ ശബ്ദം. അതെന്തുവാ? വിവരിക്കാം. യേശു ശബ്ദമുയർത്തി സംസാരിച്ച ചില സന്ദർഭങ്ങൾ ഭൂമിയിലുണ്ട്. അതിലേറ്റവും ഉറക്കെ അവൻ സംസാരിച്ചത് തന്റെ ഉറ്റമിത്രമായ ലാസർ മരിച്ചു കിടക്കുന്ന ശവക്കോട്ടയിൽ വെച്ചാണ്. അവൻ അവിടെ നിന്ന് ലാസറിന്റെ പെങ്ങന്മാർ ചുറ്റും കൂടി നിൽക്കുമ്പോൾ മരിച്ച് 4 ദിവസമായ നാറുന്ന ശവക്കോട്ടയുടെ കല്ലറയുടെ അടുത്തേക്ക് അവൻ അടുത്തു നിന്നിട്ട് കുടുംബക്കാരോട് പറഞ്ഞു, കല്ല് മാറ്റുവീൻ. അപ്പോൾ അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞു, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര നാറ്റം വെച്ച കേസാണെങ്കിലും യേശു പറയുന്നു, വിശ്വസിച്ചാൽ വ്യത്യാസം വരും. കർത്താവിന്റെ വരവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവവചനത്തിൽ നിന്നൊരു ദൂത് പറയാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര മാറ്റം വെച്ചതാണെങ്കിലും യേശുവിനോട് കൂടെ നിങ്ങൾ നിന്നാൽ ആ ദുർഗന്ധം സുഗന്ധമായി മാറും, ആ ഇരുട്ട് വെളിച്ചമായി മാറും, ആ ബാധ്യത ആസ്തിയായി മാറും, ആ ബന്ധനം മോചനമായി മാറും. നാറുന്ന ശവക്കുഴിയിൽ നിന്നുകൊണ്ട് യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നാറ്റം വെച്ചു എന്ന് പറഞ്ഞ് ഒരു ടവലെടുത്ത് മൂക്ക് ഞെക്കിപ്പിടിച്ചുകൊണ്ട് അവരെ ആ കല്ല് മാറ്റി. അവിടെ നിന്നുകൊണ്ട് മെശിഹാ തമ്പുരാൻ ഉറക്കെ ഇങ്ങനെ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ചീഞ്ഞു നാറുന്ന ശവക്കുഴി നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ പേര് വിളിച്ചാൽ വരുമോ? വരില്ല. നിങ്ങൾ വിളിച്ചാൽ വരില്ല, ഞാൻ വിളിച്ചാൽ വരില്ല, ഇവിടുത്തെ ഇൻസ്പെക്ടർ ജനറൽ വിളിച്ചാൽ വരില്ല, കമാൻഡർ ഇൻ ചീഫ് വിളിച്ചാൽ വരില്ല, പ്രധാനമന്ത്രി വിളിച്ചാൽ വരില്ല. ജീവന്റെ ഉടമസ്ഥൻ വിളിച്ചാൽ വരുമോ? ബൈബിൾ ഇങ്ങനെ പറയുന്നു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? 90-ാം സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്യം കിട്ടും. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ മനുഷ്യനെ എവിടുന്ന് വരുത്തിയെന്നറിയാമോ? മണ്ണിൽ നിന്ന്. ദൈവം തമ്പുരാൻ കൊടുത്ത ഡിസൈനാണിത്. ഒരു കുശവൻ ഒരു മണ്ണെടുത്ത് കുഴയ്ക്കുമ്പോൾ കുശവന്റെ മനസ്സിൽ മാത്രമേ ഒരു ഐഡിയ ഉള്ളൂ. അവന്റെ മനസ്സിലെ ചിത്രമാണ് മിനിറ്റുകൾ കഴിയുമ്പോൾ പുറത്തു വരുന്നത്. ഇതുപോലെ സർവശക്തന്റെ മനസ്സിലുദിച്ച ചിത്രമാണ് എന്റെയും നിങ്ങളുടെയും രൂപം. നീ മർത്യനെ പൊടിയിൽ നിന്ന് പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. പൊടിയിൽ നിന്ന് എടുത്ത മനുഷ്യനെ പൊടിയിലേക്ക് തിരിച്ചുവിടുന്നത് ദൈവമാണ്. അതിനൊരു സ്റ്റേ കൊടുക്കാൻ ഇന്ന് വരെ ആർക്കും പറ്റിയിട്ടില്ല, പറ്റുകയുമില്ല. മനുഷ്യനെ പൊടിയിൽ നിന്നെടുത്ത് അതേ ദൈവം തമ്പുരാൻ ഒരു ഓർഡർ ഇട്ടാൽ നീ പൊടിയിലേക്ക് പോകും. നീ എത്ര വലിയ പുള്ളിയാണെങ്കിലും, എത്ര ബന്ധവും സ്വന്തവും നിനക്ക് ഇവിടെ ഉണ്ടെങ്കിലും, നീ പൊടിയിൽ നിന്ന് വന്നു പൊടിയിലേക്ക് പോകും. ഇതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും പണമുള്ളവരും പിടിപാടുള്ളവരും ഒക്കെ പോവുക.
മൂന്നാമതൊരു സ്റ്റെപ്പുണ്ട്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. ഈ പൊടിയിലേക്ക് പോയ ഈ മനുഷ്യൻ അസ്ഥി പോലും പൊടിഞ്ഞു പോവും. തലയോട്ടി കുറെ കഴിയുമ്പോൾ പോവും. ഈ മാംസമെല്ലാം 4-5 ദിവസം കൊണ്ട് പോവും. അസ്ഥി കുറെ ദിവസം കിടക്കും, പിന്നെ അതും പോവും. ഒരു തരി പോലും കിട്ടത്തില്ല. പക്ഷെ ബൈബിൾ പറയുന്നു തിരികെ വരുവീനെന്ന് ഉടമസ്ഥൻ പറഞ്ഞാൽ വരുമെന്ന്. വിശ്വസിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവൻ പറഞ്ഞപ്പോഴാ ഞാൻ നിങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി അവൻ പറഞ്ഞാൽ തിരിച്ചു വരുത്താൻ ഒരു വിഷമവുമില്ല. ബൈബിളിന്റെ മർമ്മപ്രധാനമായ സത്യം ഈ കാണുന്ന പുറംകൂട് മാത്രമേ ദ്രവിക്കത്തുള്ളൂ. ഇതിനകത്തെ ആത്മാവ് നശിക്കുന്നില്ല. ഈ പുറംകൂട് പോയെങ്കിലും ആത്മാവിന്റെ ഉടമസ്ഥൻ വിളിക്കുമ്പോൾ അവൻ തിരിച്ചു വന്നേ പറ്റൂ. അപ്പോൾ കർത്താവിന്റെ ഗംഭീരനാദം എന്താണ്? കർത്താവിന്റെ ഗംഭീരനാദം മരിച്ചുപോയ വിശുദ്ധന്മാരെ ഉയർപ്പിക്കാനുള്ള ശബ്ദമാണ്. മനസ്സിലാവുന്നുണ്ടോ? വിശദീകരിക്കാം. അതായത് കർത്താവ് ഈ ലോകത്തിൽ വന്ന കാലം മുതൽ ഈ 1000-2000 കൊല്ലായില്ലേ, എന്തോരം വിശുദ്ധന്മാർ മരിച്ചുപോയി. അതിന് മുമ്പത്തെ കഥകളുണ്ട്, അതെല്ലാം ഈ കൂടെ ചേർക്കുന്നില്ല. അപ്പോ ഇന്നേ നാൾ വരെ ഈ ദൈവവചനം വിശ്വസിച്ച് മരിച്ചുപോയ മുഴുവൻ പേരെയും യേശുക്രിസ്തുവിന്റെ മടങ്ങിയ വരവിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് പറഞ്ഞതിന്റെ സാരം. അതിനു വേണ്ടി ഉള്ള ശബ്ദമാണ് കർത്താവിന്റെ ഗംഭീരനാദം. അതെവിടെ മുഴങ്ങി? ലാസറിന്റെ കുഴിയിൽ, കല്ലറയിൽ മുഴങ്ങി. ലാസറേ പുറത്തു വരിക. ആര് വിളിച്ചു? സൃഷ്ടാവ് വിളിച്ചു. ജീവനെ തന്നവൻ വിളിച്ചു. പൊടിയിൽ നിന്ന് വിളിച്ചു വരുത്തിയവൻ വിളിച്ചു. അപ്പോൾ ആ സെക്കൻഡിൽ ലാസർ പുറത്തു വന്നു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആത്മലോകത്തിൽ ലാസറിന്റെ ആത്മാവ് വിശ്രമിച്ചിരുന്നു. യേശു വിളിച്ച ശബ്ദം അവിടെ കേട്ടു. ആത്മാവ് അവിടുന്ന് തിരിച്ചു വന്ന് ബോഡിയിൽ പ്രവേശിച്ച് ലാസർ പുറത്തു വന്നു. ഇതേ ശബ്ദം യേശു മടങ്ങി വരുമ്പോൾ മുഴങ്ങും. അന്ന് ലാസറെ എന്ന് വിളിക്കത്തില്ല, കർത്താവിന്റെ വചനം പ്രമാണിച്ച സകല വിശുദ്ധന്മാരെയും പൊതുവായി വിളിക്കുന്ന ശബ്ദം ആയിരിക്കും ഈ ശബ്ദം. 3 ശബ്ദത്തിൽ 1. കർത്താവ് താൻ ഗംഭീരനാദം. ഈ ശബ്ദം മുഴങ്ങുമ്പോൾ സ്തെഫാനോസ്, പൗലോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, വിശുദ്ധന്മാരെല്ലാം കൂട് കിളുക്കുന്നത് പോലെ, ഈയൽ പൊങ്ങി വരുന്നത് പോലെ അവിടങ്ങളിലായി മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും. നമ്മെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ മടങ്ങി വരുമെന്ന സത്യം. അതുകൊണ്ടാണ് ഈ സത്യം വിളിച്ചു പറയുന്നത്. കർത്താവ് മടങ്ങി വരുമ്പോൾ 3 ശബ്ദമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ശബ്ദം പ്രധാന ദൂതന്റെ ശബ്ദം. വാക്യം 16. പ്രധാന ദൂതന്റെ ശബ്ദമാണ് രണ്ടാമത്തെ ശബ്ദം. പ്രധാന ദൂതന്റെ ശബ്ദത്തെക്കുറിച്ച് ബൈബിളിൽ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്, പ്രധാന ദൂതൻ ആരാണെന്ന് പറയാം. മീഖായേലാണ് പ്രധാന ദൂതൻ. ദൈവത്തിന്റെ ദൂതന്മാർ ലക്ഷം ലക്ഷം കോടി കോടി എന്നൊക്കെ കണക്കുകൾ. എണ്ണാൻ പറ്റാത്ത സംഖ്യ ദൂതന്മാരുണ്ട്. എന്നാൽ അതിൽ ചില ഗണങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. മെസ്സേജ് കൊടുക്കുന്ന ആളുകളാണ് മെസ്സഞ്ചർ. അവരുടെ ലീഡറാണ് ഗബ്രിയേൽ. ഗബ്രിയേലാണ് ദൂതുകളുമായിട്ട് വന്നത്. യേശു ജനിക്കുന്ന കാര്യം, സ്നാപകയോഹന്നാൻ ജനിക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് പറഞ്ഞു. പോസ്റ്റ്മാന്റെ ജോലിയാണ് ഗബ്രിയേലിന്. എന്നാൽ യുദ്ധപരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് മീഖായേൽ. ദാനിയേൽ പ്രവചനത്തിലൊക്കെ ആ കാര്യം കാണാം. യൂദായുടെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാന ദൂതന്റെ ശബ്ദം എന്തിനാണ് എന്നതിന് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റൂല. പക്ഷേ
വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു വ്യാഖ്യാനം പറയുന്നത് ഇതാണ്: മരിച്ചുപോയ വിശുദ്ധന്മാരും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് സാത്താന്യ ശക്തികളുടെ തടസ്സമുണ്ടാകും എന്നുള്ളതിനാൽ ഈ സാത്താന്യ ശക്തികളെ ബന്ധിക്കുവാൻ, നിരോധിക്കുവാൻ പ്രധാന ദൂതനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് ബൈബിളിലുണ്ട്. അപ്പോൾ ആ പ്രത്യേക സന്ദർഭത്തിൽ പ്രധാന ദൂതൻ ഒരു ഡ്യൂട്ടി ഉണ്ട്. അതാണ് രണ്ടാമത്തെ ശബ്ദം. മൂന്നാമത്തെ ശബ്ദം ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളം. ദൈവത്തിന്റെ കാഹളത്തെക്കുറിച്ച് അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം പഠിക്കണം. ബൈബിളിലെ സംഖ്യാപുസ്തകത്തിൽ കാഹളങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നീ 2 കാഹളം ഉണ്ടാക്കണം. ഒന്ന് സഭയെ വിളിച്ചുകൂട്ടാനും മറ്റൊന്ന് സഭയെ പുറപ്പെടുവിക്കുവാനും. അതെ, സുവിശേഷം എന്ന കാഹളത്താൽ ഈ വർഷങ്ങളിലെല്ലാം സഭയെ വിളിച്ചുകൂട്ടി. എന്നാൽ ഇനിയും മുഴങ്ങുന്ന ഒടുവിലത്തെ കാഹളത്താൽ സഭ പുറപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം ചിന്തിക്കുന്നത്? കർത്താവിന്റെ മടങ്ങിവരവ് എങ്ങനെ? ഒന്നാം ഭാഗം രഹസ്യവരവ്, രണ്ടാം ഭാഗം പരസ്യവരവ്. രഹസ്യവരവ് എങ്ങനെ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനിൽ പോയവർ ഒരു പ്രത്യേകതരം സൂട്ട് ധരിച്ചിരുന്നു. അതിനകത്ത് അവർക്ക് ആവശ്യമായ ഓക്സിജൻ നിറച്ചിരുന്നു. ഇത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. ഇവിടെ ജീവിക്കുന്ന ഈ അവസ്ഥയിൽ ചന്ദ്രനിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം കൊണ്ട് സ്വർഗത്തിലോട്ട് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ ഈ ശരീരത്തിനൊരു രൂപാന്തരം വരുത്തി വേറൊരു ശരീരം നാം പ്രാപിക്കും. അതാണ് രൂപാന്തരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരും. അവന്റെ മടങ്ങി വരവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുകയും ചെയ്യും. രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ധൃതി പിടിച്ചുള്ള ഒരു സന്ദേശമാണ് ഇതെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് വരുമ്പോൾ നാം രൂപാന്തരപ്പെടും. എങ്ങനെ? അവന്റെ ശരീരത്തോട്. നമ്മുടെ രോഗമുള്ള, താഴ്ചയുള്ള, വിയർക്കുന്ന, നാറുന്ന, ബലഹീനമായ ഈ ശരീരം യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അനുരൂപമായി രൂപാന്തരപ്പെടും. അങ്ങനെ നാം യേശുവിനെ പോലെ രൂപാന്തര ശരീരം പ്രാപിച്ചിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് കർത്താവിന്റെ വരവിന്റെ 1-ാം ഘട്ടം. പൂർത്തിയായി. കർത്താവിന്റെ വരവിന്റെ 1-ാം ഘട്ടം ഇതാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം വേദപുസ്തകത്തിന്റെ പൊതുവായ പഠനത്തിൽ നിന്ന് പറയാം, 7 കൊല്ലത്തിന് ശേഷം യേശു തന്റെ വിശുദ്ധന്മാരും കൂടെ ഭൂമിയിലേക്ക് മടങ്ങി വരും. അത് രഹസ്യമല്ല, അത് പരസ്യമായിരിക്കും. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് പത്രോസ് പറഞ്ഞിരിക്കുന്ന 2-ാം കാലഘട്ടം. ഇത് ഒരു ദിവസം കൊണ്ട് തീരുകയില്ല, വിശദീകരിക്കേണ്ട കാര്യമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഈ 1-ാം ഘട്ടത്തെ വരവാണ് നമുക്ക് വേണ്ടിയുള്ളത്. ഈ വരവിന് വേണ്ടിയാണ് നാം ഒരുങ്ങേണ്ടത്. ഈ വരവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് ആരാണ്, രൂപാന്തരപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. നിർത്തുന്നതിന് മുൻപ് 1 മിനിറ്റ് കൊണ്ട് പറയാം. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ആരൊക്കെ ഉയർക്കും, ആരൊക്കെ രൂപാന്തരപ്പെടുമെന്നൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം.
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. എല്ലാ മരിച്ചവരുമല്ല, ക്രിസ്തുവിൽ മരിച്ചവർ. പ്ലീസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർക്കുള്ളൂ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ മരിക്കും. ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിന്റെ വരവിൽ ഉയർക്കും. സംശയിക്കണ്ട. അതുകൊണ്ട് ഈ സന്ദേശത്തിന്റെ ഒടുവിൽ പറയട്ടെ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സന്ദേശമുണ്ടല്ലോ, വീണ്ടും ജനനം, അതാ ക്രിസ്തുവിൽ ജനിക്കുക എന്ന് പറഞ്ഞ. അങ്ങനെ ജനിച്ചവർ മാത്രമേ ഉയർക്കുകയുള്ളൂ. 2, കർത്താവിനുള്ളവർ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, കർത്താവിനോട് കൂടെ ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ കർത്താവിൽ മരിച്ചവരും കർത്താവിൽ ജീവിക്കുന്നവരുമാണ് കർത്താവിൻ്റെ ഈ വരവിൽ എടുക്കപ്പെടുന്നത്. വിശദമായി അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. പ്രാർത്ഥിക്കാം.